ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। साधकर्कं प्रणामं। हरि ओम नमो नारायणाय। अथ शुक्लयजुर्वेदीय काण्वशाः ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം നമ്മൾ കണ്ടിരുന്നു. മധുകാണ്ഡം 2 അധ്യായങ്ങളിലായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉപാസനകൾ അധികാരത്വത്തിനായിക്കൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നു. അതിനുശേഷം എത്ര ഉപാസനകൾ അനുഷ്ഠിച്ചാലും ഒരു സാധകന് ജീവൻ മുക്തനാകണമെങ്കിൽ ബ്രഹ്മവിദ്യാ ശ്രവണം ഉണ്ടാകണം. ആ ശ്രവണം ചെയ്തതിനെ നിരന്തരം ചിന്തിച്ച് തൻ്റെ അനുഭവത്തിലാക്കണം എന്ന് ദ്വിതീയ അധ്യായത്തിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദ്വിതീയ കാണ്ഡത്തിലേക്ക് പ്രവേശിച്ചു. മുനികാണ്ഡം അല്ലെങ്കിൽ യാജ്ഞവൽക്യ കാണ്ഡം. അവിടെ തൃതീയ അധ്യായം ചതുർത്ഥ അധ്യായം അങ്ങനെ 2 അധ്യായങ്ങളായിക്കൊണ്ടാണ് മുനികാണ്ഡം. യാജ്ഞവൽക്യ മഹർഷിയുടെ തന്നെ ജീവിതത്തിലെ അനുഭവത്തിനെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശേഷമുള്ള ആചാര്യ പരമ്പരകൾ മുനികാണ്ഡത്തിനെ യാജ്ഞവൽക്യ മഹർഷിയോടുള്ള ആദരവായിക്കൊണ്ട് യാജ്ഞവൽക്യ കാണ്ഡം എന്നും അതിനെ വിളിക്കുന്നുണ്ട്. 2 അധ്യായങ്ങൾ. അതിൽ പ്രഥമ അധ്യായം അല്ലെങ്കിൽ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ തൃതീയ അധ്യായം ജൽപ്പരൂപ ഉപപത്തി പ്രകരണം. അത് 9 ബ്രാഹ്മണങ്ങളോട് കൂടിയതാണ്. അടുത്ത അധ്യായം നമ്മൾ പഠിക്കുന്നു വാദരൂപ ഉപപത്തി പ്രകരണം. അത് 5 ബ്രാഹ്മണങ്ങളോടുകൂടി അങ്ങനെ 6 ബ്രാഹ്മണങ്ങളോടുകൂടി ആണ് വാദരൂപ ഉപപത്തി. അങ്ങനെ ടോട്ടൽ 15 ബ്രാഹ്മണങ്ങളായിട്ടാണ്. 9ഉം 6ഉം 9 1 10 5 15 ബ്രാഹ്മണങ്ങളായിട്ടാണ് നമ്മൾ ഈ മുനികാണ്ഡം പഠിക്കുന്നത്. നമ്മൾ 1ാമത്തെ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. ആ ജനക മഹാരാജാവിൻ്റെ സഭ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. യാജ്ഞവൽക്യ മഹർഷിയോട് അനുമതി മേടിച്ചുകൊണ്ട് നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്ത് പഠനം തുടരാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ജനകോഹ വൈ ദേഹഃ ബഹൂദക്ഷിണേന യജ്ഞേത് യജേത് തത്രഹ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഃ അഭിസമേത ബഭൂവുഃ. തസ്യഃ ജനകസ്യ വൈദേഹസ്യ വിജിജ്ഞാസ ബഭൂവ. കഹ സ്യുദേഷാം ബ്രാഹ്മണാനാം അനൂചാനതമ ഇതി. സഹ ഗവാം സഹസ്രം അവരുരോധ. ദശ ദശ പാദാഃ ഏക ഏകസ്യാഃ ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. താൻ ഹ ഉവാച ബ്രാഹ്മണാഃ ഭഗവന്തഃ യോ വോ ബ്രഹ്മിഷ്ടഃ സ ഏതാ ഗാഃ ഉദജതാമിതി. തേഹ ബ്രാഹ്മണാഃ ന ദദൃശുഃ. അധഃ യാജ്ഞവൽക്യഃ സ്വമേവം ബ്രഹ്മചാരിണമുവാച ഏതാഃ സൗമ്യ ഉദജ സാമസ്രവാ ഇതി. താഃ ഉദജകാര തേഹ ബ്രാഹ്മണാഃ ശുക്രുദുഃ. കഥം നോ ബ്രഹ്മിഷ്ടഃ ബ്രുവീത ഇതി. അധഃ ജനകസ്യ വൈദേഹസ്യ ഹോദാ അശ്വലഃ ബഭൂവ. സഹ ഏനം പപ്രച്ഛ ത്വം नु खलु नो याज्ञवल्क्य ब्रह्मिष्ठः असि
സഹോവാച നമോ വയം ബ്രഹ്മിഷ്ഠായ കുർമഃ ഗോകാമ ഏവ വയം സ്മ ഇതി തം ഹ തതഃ ഏവം പ്രഷ്ടും ദദ്രേ ഹോതാ അശ്വലഃ. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം സർവം മൃത്യുനാ ആപ്തം സർവം മൃത്യുനാ അഭിപന്നം കേന യജമാനഃ മൃത്യോഃ ആപ്തിം അധിമുച്യത ഇതി ഹോത്രാ ഹൃദ്വിജഃ അഗ്നിനാ വാചാ വാക് വൈ യജ്ഞസ്യ ഹോതാ തദേയം വാക് സോയമഗ്നിഃ സ ഹോതാ സ മുക്തിഃ സാധിമുക്തിഃ. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം സർവം അഹോരാത്രാഭ്യാം ആപ്തം സർവമഹോരാത്രാഭ്യാം അഭിപന്നം കേന യജമാനഃ അഹോരാത്രയോഃ ആപ്തിം അധിമുച്യത ഇതി അധ്വർയുണാ ഹൃദ്വിജാഃ ചക്ഷുഷാ ആദിത്യേന ചക്ഷുർവൈ യജ്ഞസ്യ അധ്വർയുഃ തത് യദിദം ചക്ഷുഃ സഹ അസോ വാ ആദിത്യഃ സഹ അധ്വർയുഃ സാ മുക്തിഃ സാധിമുക്തിഃ. ജനക മഹാരാജാവിൻ്റെ സഭയിൽ അശ്വലൻ ഈ പശുക്കളെയെല്ലാം കൊണ്ടുപോയ യാജ്ഞവൽക്യ മഹർഷിയോട് ദേഷ്യത്തോടുകൂടി മുന്നോട്ട് വന്ന് ചോദ്യം ചോദിക്കുകയാണ്. നമ്മളത് കണ്ടിരുന്നു. അശ്വലൻ എന്നത് ജനക സഭയിലെ അല്ലെങ്കിൽ ജനക രാജ്യത്തെ വൈദേഹ രാജ്യത്തെ ഹോതാവായിരുന്നു. ഋഗ്വേദ മുഖ്യ പുരോഹിതനായിരുന്നു അശ്വലൻ. അപ്പോൾ ഞാൻ ആ വേദപണ്ഡിതനാണ്, ഞാൻ തന്നെയാണ് ബ്രഹ്മിഷ്ഠൻ എന്ന ഗർവം അശ്വലൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ബ്രഹ്മിഷ്ഠനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുവാനുള്ള ആ അപകർഷതാബോധമോ അല്ലെങ്കിൽ തോറ്റുപോകുമോ എന്നുള്ള ഭയമോ എന്തെല്ലാം കൊണ്ട് അശ്വലൻ മുന്നോട്ട് വന്നില്ല. പക്ഷെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന യാജ്ഞവൽക്യ മഹർഷിയെ എതിർക്കുകയാണ് നമ്മൾ കണ്ടത്, വാദ പ്രതിവാദ രൂപത്തിൽ. അപ്പോൾ ഇവിടെ വാദി യാജ്ഞവൽക്യ മഹർഷി, പ്രതിവാദി അശ്വലൻ. നമ്മൾ തൃതീയ മന്ത്രം അശ്വലൻ്റെ ചോദ്യം കണ്ടു. എങ്ങനെയാണ് ഒരു ജീവൻ, ഇവിടെ ജീവന്റെ പ്രതിനിധിയായി യജമാനനെ കണ്ടു, എങ്ങനെയാണ് മരണത്തെ അധിവർത്തിക്കുക, മരണഭയത്തിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറഞ്ഞു. ഇവിടെ യജമാനൻ ഉദാഹരണമായി പറഞ്ഞതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന യജമാനനാണെങ്കിൽ കൂടിയും അദ്ദേഹം മരണത്തിൻ്റെ പിടിയിലാണ്. അപ്പോൾ യജ്ഞത്തിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിക്കേണ്ട ഇന്ദ്രിയം വാഗേന്ദ്രിയമാണ്. വാഗേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവത ആരെന്ന് ഇവിടെ കണ്ടു, അഗ്നിദേവതയാണ്. ആ അഗ്നിദേവതയ്ക്ക് വാഗേന്ദ്രിയത്തിലൂടെ മന്ത്ര ഉച്ചാരണം ചെയ്യുവാൻ ജീവനെ അല്ലെങ്കിൽ യജമാനനെ സഹായിക്കുന്നത് അഗ്നിദേവതയാണ്. അഗ്നിദേവതയ്ക്ക് ആ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവിനാലാണ്. അതിനുശേഷം പറഞ്ഞു, നമ്മളിവിടെ ബാക്കി വളരെ ചുരുക്കിയാണ് മന്ത്രം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിസ്താരം ഭാഷ്യത്തിലുണ്ട്, അത് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ വിസ്തരിച്ച് പറയുന്നത് ഈ വിധമാണ്: വാഗേന്ദ്രിയം മാത്രമല്ല, സർവ്വ ഇന്ദ്രിയങ്ങളും അവയുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവിനാലാണ്. അതുകൊണ്ട് ഒരു ജീവൻ മനസ്സിലാക്കണം, പരമാത്മാവുള്ളത് കൊണ്ടാണ് ഞാനുള്ളത്. ഞാൻ എവിടെ നിന്നാണ് വന്നത്? സൃഷ്ടികർത്താവിൽ നിന്നും. എവിടേക്കാണ് പോകുന്നത്? എവിടെ നിന്നാണോ ഞാൻ വന്നത് അവിടേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത് എന്ന് ആര് തിരിച്ചറിയുന്നുവോ അവർ മരണഭയ അതിമുച്യത ഇതി. അതാണ് സാ അതിമുക്തി എന്ന് പറഞ്ഞത്. അവർ ശരിക്കും മരണത്തെ അധിവർത്തിക്കുന്നു. എങ്ങനെ? ശരീരത്തിൻ്റെ മരണമല്ല, നമ്മളിനി ചിരഞ്ജീവിയായി ജീവിക്കുമെന്നേ അല്ല ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ഇവിടെ എന്താണ് മുക്തി എന്നും അതിമുക്തി എന്നും കൊണ്ട് 2 തവണ ആവർത്തിച്ച് പറയുന്നത്? എല്ലാ ജീവനും മരണമുണ്ട്, പക്ഷെ ഇവർ രക്ഷപ്പെടുന്നത് മരണഭയത്തിൽ നിന്നാണ്. ആര് മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അവർ ജീവൻ മുക്തർ, അല്ലേ? എവിടെ നിന്നാ വന്നേ അങ്ങോട്ട് പോകുന്നു എന്നുള്ള ആ
ദൃഢവിശ്വാസത്തോടു കൂടി ആരിയ്ക്കുന്നു അവർക്ക് പിന്നെ കോ ഭയ, എന്തിനെയാണ് അവർ ഭയക്കേണ്ടത്? ഒന്നുമില്ല. അതാണ് മുക്തി എന്ന് പറഞ്ഞു. 4-ാമത്തെ മന്ത്രത്തിലും അശ്വലൻ ആ 3-ാമത്തെ മന്ത്രത്തിൽ ചോദിച്ച അല്ലെങ്കിൽ പ്രഥമ ചോദ്യം ചോദിച്ചതിൽ ആരും എതിർക്കുന്നില്ല. അപ്പോൾ ആ ജനക മഹാരാജ സഭയിൽ, വിദ്വത് സഭയിൽ പണ്ഡിതന്മാരായിക്കോട്ടെ ജനക മഹാരാജാവായിക്കോട്ടെ ആരും ആ ചോദ്യത്തിന്, അശ്വലൻ്റെ ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിക്ക് എതിർക്കുന്നേയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മൗനമായി എല്ലാവരും ആ ഉത്തരത്തെ അംഗീകരിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ ഉത്തരം ബാഢം, ശരിയാണ് എന്ന് മൗനേന ബാഢം, മൗനത്തിനാൽ അവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അശ്വരന് വീണ്ടും എന്താണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ദേഷ്യമുണ്ടായി. അങ്ങനെ വീണ്ടും ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യമായിരുന്നു ദിനരാത്രങ്ങൾ എന്ന വാക്കുകൊണ്ട്, അഹോരാത്രാഭ്യാം എന്ന വാക്കുകൊണ്ട് അശ്വലൻ ചോദിക്കുന്നു, എങ്ങനെയാണ് ഒരാൾ അഹോരാത്രങ്ങളിൽ നിന്നും രക്ഷ നേടുക? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിക്ക് മനസ്സിലായി ഈ ചോദ്യത്തിൻ്റെ ആന്തരാർത്ഥം ദിനരാത്രങ്ങളിൽ പൂജ ചെയ്യുന്ന യജമാനൻ അല്ലേ, അഹോരാത്രാഭ്യാമാപ്തിം 4-ാമത്തെ മന്ത്രമേ സർവം അഭിപന്നം കേന യജമാനഃ. ഇപ്പോൾ ഒരു യജമാനൻ അല്ലേ, യാഗം ചെയ്യുന്ന ആൾ ദിനരാത്രങ്ങൾ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് അതിൽ നിന്നും രക്ഷ നേടുക എന്ന് ചോദിച്ചു. അപ്പം യാജ്ഞവൽക്യ മഹർഷിക്ക് മനസ്സിലായി ദിനരാത്രങ്ങൾ ചെയ്യുന്ന ഒരു യാഗമേ ഉള്ളൂ അല്ലേ. മറ്റുള്ള വേദങ്ങളിലൊക്കെ എന്താണ് ദിനരാത്രങ്ങൾ തുടർന്നു കൊണ്ടുപോകേണ്ട യാഗത്തിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അപ്പോൾ അഹോരാത്രാഭ്യാം എന്ന ഒറ്റ ക്ലൂ കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ ബുദ്ധിഭൈഭവം ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിന് മനസ്സിലായി അത് യജുർവേദത്തിലുള്ള യാഗമാണ്. ആ യാഗത്തിൻ്റെ പേരാണ് അഗ്നിഷ്ടോമം എന്നത്. നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഇന്നോ നാളെയോ എപ്പോഴേലും സമയം പോലെ അത് പുസ്തകത്തിലേക്ക് പകർത്തി വെക്കുക. കാരണം നമ്മൾക്കിതൊന്നും പരിചയമില്ലാത്ത വാക്കുകളാണ്. നമ്മളാകെ കണ്ടിരിക്കുന്നത് വളരെ ചെറിയ ഒരു യജ്ഞങ്ങൾ, യാഗമൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ കാണാൻ സാധിച്ച ഭാഗ്യം, മഹാഭാഗ്യം, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് പുതുമയുള്ളതായതുകൊണ്ട് പുതിയ കാര്യങ്ങൾ സമയം പോലെ എഴുതി വെക്കുക, മനസ്സിലും പുസ്തകത്തിൽ എഴുതി വെക്കുക. ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞു യാജ്ഞവൽക്യ മഹർഷി അത് അധ്വര്യുവാണ് ഈ ദിനരാത്രങ്ങൾ അനുഷ്ഠിക്കേണ്ട യാഗം ചെയ്യുന്നത് അല്ലേ. അതിന് അധ്വരം എന്ന പേരുണ്ട്, മറ്റൊരു പേരാണ് അഗ്നിഷ്ടോമം എന്ന പേര്. ഈ യാഗം യജുർവേദ മന്ത്രവിധി പ്രകാരമാണ് ഈ യാഗം ചെയ്യേണ്ടത്. അതിൻ്റെ ഫലം സ്വർഗലോക പ്രാപ്തിയാണ്. നമ്മൾ ഇന്നലെ ഇത് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്വർഗലോകത്തിൻ്റെ സവിശേഷതകൾ കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ചില പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ നമ്പർ എഴുതിയെടുത്തിട്ടുണ്ടോ? 1:13 ഞാൻ പറഞ്ഞത്, 12 ചില പുസ്തകങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾ ദയവായി ചെക്ക് ചെയ്യണം, നിങ്ങളുടെ പുസ്തകത്തിൽ ഏത് നമ്പരാണോ ആ നമ്പർ തന്നെ എഴുതി വെക്കണം അല്ലേ. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാ വിഭേദി ഉഭേ തീർത്വാ അശനായാ പിപാസേ ശോകാദികോ മോദദേ സ്വർഗലോകേ. ഇതാണ് മന്ത്രം. കഠോപനിഷത്ത് കൃഷ്ണ യജുർവേദം 1-ാം അധ്യായം 1-ാം വല്ലി. 12 13 12 13 എന്ന് നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിട്ട്, നിങ്ങളുടെ പുസ്തകത്തിൽ കയ്യിലിരിക്കുന്ന ഏത് വ്യാഖ്യാനമാണോ അത് നോക്കിയിട്ട് ദയവായി 12 നിങ്ങളുടെ പുസ്തകത്തിൽ 12 എഴുതുക, 13 13 എഴുതുക. ബ്രാക്കറ്റിൽ സ്വർഗേ ലോകേ എന്നുള്ള മന്ത്രമാണ്. സ്വർഗേ ലോകേ എന്നെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. കാരണം പിന്നീട് മനനം എടുത്ത് അയ്യോ ഇതല്ലല്ലോ എൻ്റെ പുസ്തകത്തിൽ 13 അങ്ങനെ തോന്നരുത്. നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. പിന്നീട് നമുക്ക് മനനത്തിൽ അല്ലെങ്കിൽ എന്താണ് വിഘ്നങ്ങളുണ്ടാകും അല്ലേ. അതുകൊണ്ട് ശ്രവണം ശുദ്ധമാകണം നമ്മളുടെ. അങ്ങനെ എന്താണ് നമ്മൾ കണ്ടത്? എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് അല്ലേ ഒരു യജമാനൻ എന്താണ് 7 ദിവസം ആഹാരം പാടില്ല,
അല്ലേ? മൗനമായിരിക്കണം. നമുക്ക് 7 മണിക്കൂർ മൗനം, ഉറങ്ങുന്ന സമയമല്ല കേട്ടോ, അല്ലാണ്ട് 7 മണിക്കൂർ മൗനമായിരിക്കാൻ പറ്റുമോ? അല്ലേ? വളരെ പ്രയാസകരമാണ്, പ്രത്യേകിച്ച് യാഗഭൂമിയിൽ. കാരണം പല കാര്യങ്ങൾ നടക്കുകയല്ലേ. ഇപ്പം എത്ര ഈ ആംഗ്യ ഭാഷയിൽ എത്ര നേരം അല്ലേ, വളരെ പ്രയാസകരമാണ്. ഇപ്പം ആഹാരമില്ല, അവർക്ക് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അവരെന്തായിരിക്കണം? പശുവിൻ്റെ പാല് മാത്രം കുടിക്കുക. അപ്പം ഇത്രയും കഠിനമായ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾ എന്തിനാണ് അഗ്നിഷ്ടോമം ചെയ്യുന്നത്? സ്വർഗലോകം എന്ന ആ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഭോഗങ്ങൾ കേട്ട് അതിൽ ഭ്രമിച്ചുകൊണ്ടാണ്, അല്ലേ? അതാണ് കഠോപനിഷത്തിലെ മന്ത്രം നമ്മൾ അവിടെ റെഫർ ചെയ്തത്. അവിടെ ആരെയും ഭയക്കണ്ട, അല്ലേ? മരണം എന്നത് എപ്പോഴും നമ്മളിങ്ങനെ മരണത്തെ എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് നമുക്കറിയാം, അല്ലേ? നമുക്കൊരു അറിവ് വെച്ച ബുദ്ധി ഉറച്ച കാലം തൊട്ട് നമുക്കറിയാം, അല്ലേ? ഒന്നും നമ്മുടെ ശരീരം ശാശ്വതമല്ല എന്നുള്ളത് അറിയാം. പക്ഷെ സ്വർഗലോകത്തെ ആ ഭയമേ വേണ്ട. അതാണ് നമ്മൾ കഠോപനിഷത്തിൽ കണ്ടത്, അല്ലേ? ന തത്രത്വം ന ജരയാഭിവേദി, അല്ലേ? ജര, വാർദ്ധക്യം ബാധിക്കില്ല, അല്ലേ? ഉഭയ തീർത്വ അശനായ പിപാസെ, അല്ലേ? അതായത് അശനായ പിപാസ എന്ന് വെച്ചാൽ എന്താ? അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, അല്ലേ? ഇതൊക്കെ നമ്മൾക്ക് എന്താണ്? ദുഃഖമാണ്. വിശക്കുമ്പോൾ ആഹാരം കിട്ടിയില്ല, നമുക്ക് ദുഃഖമാണ്, അല്ലേ? പിപാസ, നമുക്ക് ദാഹിക്കുമ്പോൾ പാനീയം കിട്ടിയില്ലെങ്കിൽ ദുഃഖമാണ് ഫലം. അപ്പം അശനായ പിപാസ സ്വർഗത്തിൽ ഇല്ലെന്ന് വെച്ചാൽ എന്താണ്? ധാരാളം ഭോഗം, ദുഃഖത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് അതിൻ്റെ ആവശ്യം വരില്ല. അത്രയും ഭോഗമായിരിക്കും അവിടെ എന്ന് പറയുന്നത്, അല്ലേ? ഉഭയ തീർത്വ അശനായ പിപാസെ ശോകാദിഹോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകത്തിൽ മോദം മാത്രമേ ഉള്ളൂ, ഭോഗം മാത്രമേ ഉള്ളൂ. ശോകം എന്നത് ഒരിക്കലും ഉണ്ടാകില്ല. അപ്പം ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് എന്താണ്? പ്രത്യേകിച്ച് ഞാൻ ഈ ജന്മത്തിൽ ഒരുപാട് ദുഃഖിക്കുകയാണെന്ന് വെച്ചു, ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോഴെന്താണ്? അവർ വളരെ കഠിനപ്പെട്ട് ഇനി ദുഃഖമില്ലാത്തൊരു ശരീരം വേണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെയുള്ളവർ എങ്ങനെ ദുഃഖമില്ലാത്തൊരു ശരീരം കിട്ടുമെന്ന് അന്വേഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് പണ്ടത്തെ കാലങ്ങളിൽ, ത്രേതായുഗത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരെവിടെയാണ് അന്വേഷിക്കുക? വേദത്തിൽ അന്വേഷിക്കുക, അല്ലേ? ഭൂരിപക്ഷം ആളുകളും വേദത്തെ ആശ്രയമായി ആലംബനമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവർ വേദത്തിൽ അന്വേഷിക്കും. അപ്പം വേദം പറയും സ്വർഗലോകത്താണ് ദുഃഖങ്ങളിൽ ഇല്ലാത്ത ശരീരം കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും? അവർ അവിടെ എത്തുവാനുള്ള പ്രയത്നം നടത്തും. അപ്പോൾ ആ പ്രയത്നത്തിലൂടെ ഒരാൾ എന്താണ്? യജുർവേദത്തിലെത്തും. യജുർവേദത്തിൽ പറയും നിങ്ങൾ ദിനരാത്രങ്ങൾ അഗ്നിഷ്ടോമം ചെയ്താൽ അതാണ് ഫലമെന്ന് പറഞ്ഞ് അങ്ങനെ അഗ്നിഷ്ടോമം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അധ്വര്യുണ ഹൃദ്യുജ ചക്ഷുഷ ആദിത്യേന ചക്ഷുർവൈ യജ്ഞസ്യ അധ്വര്യുഹു എന്ന്. അതായത് ഈ അധ്വരി എന്ന യാഗം, അല്ലേ? അധ്വരം എന്ന യാഗം നടത്തുന്ന ആളെ വിളിക്കുന്ന പേരാണ് അധ്വര്യു. യാജ്ഞവൽക്യ മഹർഷി അധ്വര്യു എന്ന ഹോതാവിനെ കുറിച്ച് പറഞ്ഞു. അധ്വരം എന്ന യജ്ഞമാണ് ദിനരാത്രങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ വിസ്താരം നമ്മൾ കണ്ടിരുന്നു. ഈ യാഗത്തിന് ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ദേവത ആദിത്യനാണെന്ന് പറയുന്നു. ആ ആദിത്യനെ ഇവിടെ ചക്ഷുർ എന്ന വാക്കുകൊണ്ട്, ചക്ഷുഷ അല്ലെങ്കിൽ ചക്ഷുഹു എന്ന വാക്കുകൊണ്ട് പറയുന്നു. എന്തുകൊണ്ട് ഈ വാക്ക് പറഞ്ഞു എന്നതിന് കാരണം നമ്മളുടെയൊക്കെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം എന്നത് ചക്ഷുവാണ്, കണ്ണാണല്ലേ. അതുകൊണ്ട് ഇവിടെ സൂര്യനെ ചക്ഷുവിനോട് ഉപമിക്കുകയാണ്. എന്തിനു വേണ്ടി ഉപമിക്കുന്നു വെച്ചാൽ ഈ അധ്വരം അല്ലെങ്കിൽ അഗ്നിഷ്ടോമം എന്ന് വിളിക്കുന്ന ഈ യാഗമുണ്ടല്ലോ, അതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ദേവത ആദിത്യനാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ചക്ഷുഷ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്കൊക്കെ അറിയാം, ഓരോ യാഗം ചെയ്യുമ്പോഴും ഓരോ ദേവതയാണ് പ്രധാനം. ഇപ്പോൾ അഗ്നിഹോത്രം ചെയ്യുകയാണ്, അവിടെ അഗ്നിദേവതയാണ് പ്രധാനമായ ദേവത.
സോമയാഗം ചെയ്യുകയാണ്, അല്ലേ? സോമദേവതയാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. അശ്വമേധയാഗം ചെയ്യുകയാണ്, അല്ലേ? അശ്വം എന്ന, അല്ലേ, കുതിരയാണ് അവിടെ പ്രധാനമാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ അഗ്നിഷ്ടോമം അല്ലെങ്കിൽ അധ്വരം എന്ന യാഗമാണ് പരാമർശിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ദേവത, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹവിസൊക്കെ അർപ്പിക്കൂല്ലേ? നമ്മളൊരു യാഗം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹവിസുക്കൾ യാഗകുണ്ടത്തിലേക്ക് അർപ്പിക്കൂല്ലേ? ഇതൊക്കെ സ്വീകരിക്കുന്ന പ്രധാന ദേവത, അല്ലെങ്കിൽ ആ യാഗം ചെയ്യുമ്പോൾ നമ്മൾ പ്രീതിപ്പെടുത്തുന്ന പ്രധാന ദേവത ഇവിടെ സൂര്യനാണ്. ഇപ്പം നമ്മൾ ഗണപതി ഹോമം ചെയ്യുക, നമ്മൾ ഏത് ദേവതയെ പ്രീതിപ്പെടുത്തുന്നു നമുക്കൊക്കെ അറിയാം, അല്ലേ? ആരെയാണ്? ഗണപതി ഭഗവാനെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. അതിലൂടെ ഗണപതിയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകണം, എൻ്റെ വിഘ്നങ്ങൾ മാറണം, അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഹോമം ചെയ്യുന്നത്. നമുക്കൊക്കെ പരിചയമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അഗ്നിഷ്ടോമം എന്ന യാഗം ചെയ്യുന്നു. അവിടെ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? സൂര്യദേവതയാണ് പ്രീതിപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടി? എനിക്ക് സൂര്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണം. ആ അനുഗ്രഹം എങ്ങനെയായി വരണം? എനിക്ക് ഇനിയൊരു ജന്മം സ്വർഗലോകത്ത് പോകണം, അതാണ് വേണ്ട അനുഗ്രഹം. അപ്പം അതിനു വേണ്ടി ഇവിടെ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അധ്വരുഹു ഹൃദ്വിജ ചക്ഷുഷ ആദിത്യേന ചക്ഷുർവൈ യജ്ഞസ്യ അധ്വരുഹു. അതായത് ഈ അഗ്നിഷ്ടോമം എന്ന യാഗം ചെയ്യുമ്പോൾ പ്രധാന പുരോഹിതനായി അധ്വരു യജമാനൻ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ഹൃദ്വിക്കുകൾ 16 ഉപപുരോഹിതന്മാരിയ്ക്കുന്നു. ഇവരൊക്കെ ഹോമകുണ്ടത്തിലേക്ക് ഇത് അർപ്പിക്കുമ്പോൾ, ഹവിസുക്കൾ അർപ്പിക്കുമ്പോൾ ആ ഹവിസുക്കളൊക്കെ സ്വീകരിക്കുന്ന ചക്ഷുഷ ആദിത്യന്, സുപ്രധാനിയായിരിക്കുന്ന ദേവത ആദിത്യനാകുന്നു. ചക്ഷുർവൈ യജ്ഞസ്യ അധ്വരു. അതുകൊണ്ട് ഈ സുപ്രധാനിയായ ആദിത്യൻ, സൂര്യദേവതയാണ് ഈ യാഗത്തിൻ്റെ മുഖ്യ ദേവത, പ്രധാന ദേവത എന്ന് പറയുന്നു. എന്തുകൊണ്ട് ആദിത്യൻ പ്രധാനമായിരിക്കുന്നു? അതിന് കാരണമാണ് ആദിത്യനാണ്, അല്ലെങ്കിൽ സൂര്യനാണ് ദിനരാത്രങ്ങൾ, രാവും പകലിൻ്റെയും അടിസ്ഥാന ദേവത, അല്ലേ? ഭഗവാൻ സൃഷ്ടിയൊക്കെ നടത്തി, പഞ്ചമഹാഭൂതങ്ങളെ സൃഷ്ടിച്ചു, ദേവതകളെയൊക്കെ സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു, മറ്റ് ജീവരാശികളെയൊക്കെ സൃഷ്ടിച്ചു, അല്ലേ? 14 ലോകങ്ങളുമൊക്കെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? ദിനരാത്രങ്ങൾ വേണം, അല്ലേ? അപ്പോൾ ദിനരാത്രങ്ങളെയും സൃഷ്ടിച്ചു. ദിനരാത്രങ്ങളെ സംരക്ഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ രാവും പകലും ഇങ്ങനെ മാറ്റുവാനായിട്ട്, അല്ലേ? രാവും പകലും മാറുന്നുള്ളതുപോലെ നമുക്ക് തോന്നലുണ്ടാകുന്നുണ്ടല്ലേ, അല്ലേ? ആ തോന്നൽ ഉളവാക്കുന്നത് ആരാണ്? ആദിത്യനാണ്. ആ ദേവതയുടെ സഹായത്താലാണ് ദിനരാത്രങ്ങളെ സംരക്ഷിക്കുന്ന ദേവത, അല്ലെ അടിസ്ഥാന ദേവത ആദിത്യനാണ്. അതുകൊണ്ടാണ് ഈ അഗ്നിഷ്ടോമയാഗം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന ദേവതയായി ആദിത്യനെ സങ്കല്പിച്ചിരിക്കുന്നത്. ആദിത്യനാണ് ഈ യാഗത്തിലെ യജ്ഞങ്ങൾ, ഹവിസുക്കളൊക്കെ സ്വീകരിക്കുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഫലമായ സ്വർഗലോക പ്രാപ്തിയെ നൽകുന്നതും ഈ ആദിത്യ ദേവതയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. യാജ്ഞവൽക്യ മഹർഷി തുടരുകയാണ്. തത് യദിദം ചക്ഷുഹു സഹ സാ വാ ആദിത്യഃ. ഒരുമിച്ച് പറയുമ്പോൾ സോ സാവാദിത്യഃ, അല്ലേ? സോ അധ്വര്യുഹു. അടുത്ത വാക്ക് തദ് യദിദം ചക്ഷുഹു സോ സാവാദിത്യഃ സോ അധ്വര്യുഹു, അല്ലേ? അല്ലെങ്കിൽ സഹ അധ്വര്യുഹു. അവിടെ എഴുതിക്കോളൂ വേണ്ടവർ, അതിൻ്റെ എന്താണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നതെന്ന് ആ വാക്കിലൂടെ എഴുതിക്കോളൂ. ഈ യാഗത്തിൽ, അതായത് അഗ്നിഷ്ടോമം എന്ന അല്ലെങ്കിൽ അധ്വരം എന്ന് വിളിക്കുന്ന ഈ യാഗത്തിൽ എഴുതിയാൽ മതി. നമുക്കറിയാം ഏത് യാഗത്തെയാണ് ഇവിടെ പറയുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ യാഗത്തിൽ സുപ്രധാനിയായ അധ്വര്യുവായ ആദിത്യൻ ആകുന്നു. അധ്വര്യു ആദിത്യനാകുന്നു. അതാണ് ശരിക്കുള്ള സെന്റൻസ്. എന്താണ്? ഈ യാഗത്തിൽ
സുപ്രധാനി അല്ലെങ്കിൽ അധ്വർയു ആരാണ്? ആദിത്യനാകുന്നു, അല്ലെ സൂര്യനാകുന്നു. നാം ഈ കാണുന്ന ആദിത്യൻ എന്നത് നമ്മൾ കാണൂല്ലേ, ആകാശത്ത് കാണൂല്ലേ സൂര്യനെ, അതാണ് നാം ഈ കാണുന്ന ആദിത്യൻ എന്നത്. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് കേട്ടോ, ആ സഭയിൽ ഇരുന്നു കൊണ്ട്, നാം ഈ കാണുന്ന ആദിത്യൻ എന്നത് പരമാത്മാവിൻ്റെ മൂർത്ത, ബ്രാക്കറ്റിൽ സ്ഥൂലം എഴുതുക, പരമാത്മാവിൻ്റെ മൂർത്ത രൂപമാണ്. നാം ഈ കാണുന്ന ആദിത്യൻ എന്നത് പരമാത്മാവിൻ്റെ മൂർത്ത രൂപമാണ്, അല്ലെങ്കിൽ മൂർത്ത സൃഷ്ടിയാണ്. രണ്ടും ശരിയാണ് അല്ലേ? അതാണ് തദ്യതിദം ചക്ഷുഹു സോസാവാദിത്യഃ എന്നതിൻ്റെ ഭാഷ്യയാണ്. അതിൻ്റെ ഭാഷ്യ മലയാളമാണ് പറഞ്ഞത്. എന്താണ്? ഈ യാഗത്തിൽ സുപ്രധാനി ആരാണ്? സൂര്യനാണ്. സൂര്യൻ ആരാണ്? പരമാത്മാവിൻ്റെ സ്ഥൂല രൂപമാണ് അല്ലേ? അതാണ് എഴുതിയത്. നാം കാണുന്ന ആദിത്യൻ എന്നത് പരമാത്മാവിൻ്റെ മൂർത്തം. മൂർത്ത നമ്മൾ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് മൂർത്തം എല്ലാവർക്കും അറിയാം. സ്ഥൂലം അല്ലേ? മൂർത്ത രൂപമാകുന്നു. ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് ബാക്കി എഴുതുക. അതിൽ അമൂർത്തമായി, അതിൽ എന്ന് വെച്ചാൽ നാം ഈ കാണുന്ന ആദിത്യനിൽ അല്ലേ? അതിൽ എന്ന് വെച്ചാൽ നാം കണ്ണുകൊണ്ട് കാണുന്ന ഈ ആദിത്യനിൽ, സൂര്യനിൽ, അതിൽ അമൂർത്തമായി, അമൂർത്തത്തിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതുക സൂക്ഷ്മം. ഈ നാം ഈ കാണുന്ന സൂര്യനിൽ അമൂർത്തമായി അല്ലെങ്കിൽ സൂക്ഷ്മമായി വിളങ്ങുന്ന പരമാത്മാവിനാൽ, സൂക്ഷ്മമായി വിളങ്ങുന്ന പരമാത്മാവിനാൽ സൂക്ഷ്മമായി വിളങ്ങുന്ന പരമാത്മാവിനാൽ സംഭവിക്കുന്നതായി തോന്നുന്നതാണ് ദിനരാത്രങ്ങൾ. സംഭവിക്കുന്നതായി തോന്നുന്നതാണ് ദിനരാത്രങ്ങൾ. സംഭവിക്കുന്നതായി തോന്നുന്നതാണ് ദിനരാത്രങ്ങൾ, അല്ല രാവും പകലും. നാം അല്ലേ? അതിൽ അമൂർത്തമായി വിളങ്ങുന്ന പരമാത്മാവിനാൽ സംഭവിക്കുന്നതായി തോന്നുന്നതാണ് ദിനരാത്രങ്ങൾ. എന്നിട്ട് കോമ, ദിനരാത്രങ്ങൾ കോമ. എന്ന് ആര് തിരിച്ചറിയുന്നുവോ, എന്ന് ആര് തിരിച്ചറിയുന്നുവോ അവർ ആ സാധനയിലൂടെ സാ മുക്തി സാ അതിമുക്തി, അവർ മുക്തിയെ പ്രാപിക്കുന്നു, അവർ മരണത്തിൽ അതിവർത്തിക്കുന്നു. അതാണ് അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ ആ സാധനയിലൂടെ മുക്തിയെ പ്രാപിക്കുന്നു, മരണത്തെ അതിവർത്തിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഇത്രയും മൂലമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ എഴുതിയത്. തദ്യതിദം ചക്ഷുഹു സോസാവാദിത്യഃ സോധ്വര്യുഃ സാ മുക്തി സാ അതിമുക്തി എന്നതിൻ്റെ പരിഭാഷയാണ് നമ്മൾ എഴുതിയത്. എന്താണ്? അപ്പോൾ ആദിത്യ ദേവതയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് യജുർവേദികൾ ചെയ്യുന്ന അഗ്നിഷ്ടോമം എന്ന യാഗത്തിൽ മുഖ്യ ദേവതയായിരിക്കുന്നത് ആദിത്യനാണ് അല്ലേ? ആദിത്യ ദേവതയാണ് നമ്മുടെ ഹവിസുക്കളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പുണ്യങ്ങൾ നൽകി നമുക്ക് ഫലമായിട്ട് പുണ്യം കിട്ടും. അപ്പോൾ ആ പുണ്യം കൊണ്ട് നമുക്ക് എന്താണ്? ഇനി ഒരു ജന്മം സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ആരാണ് അതിൽ സഹായിക്കുന്ന ദേവത? സൂര്യദേവതയാണ്. അപ്പം സൂര്യദേവത ദിനവും രാത്രങ്ങളും ഇരുന്ന് ഈ യാഗം ചെയ്യണം.
അപ്പം സൂര്യദേവതയാണ് ഈ ദിനരാത്രങ്ങളുടെ രാവും പകലിൻ്റെയും ദേവത. ആ ദേവതയ്ക്ക് നമുക്ക് തോന്നും ദിനരാത്രങ്ങളായി മാറുന്നതായിട്ട് തോന്നും അല്ലേ? നമ്മുടെ കണ്ണിൻ്റെ നമുക്ക് അനുഭവമാണ്. വ്യവഹാരത്തിൽ അല്ലേ, സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഉദയാസ്തമയങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന ദേവത സൂര്യനാണ്. സൂര്യൻ അത് ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവിനാലാണ്. ഈശ്വരൻ സൂക്ഷ്മരൂപത്തിൽ, അതാണ് നമ്മൾ എഴുതിയത്, അമൂർത്തമായി വിളങ്ങുന്ന പരമാത്മാവിനാൽ സംഭവിക്കുന്നതായി തോന്നുന്നതാണ്. അപ്പോൾ ആ സൂര്യനിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സ്ഥൂല രൂപമാണ് സൂര്യൻ എന്നുള്ളത്. ആ സ്ഥൂല രൂപമായ സൂര്യനിൽ സൂക്ഷ്മമായി വിളങ്ങുന്ന പരമാത്മാവിനാലാണ് സൂര്യൻ ഈ ധർമ്മം ചെയ്യാൻ സാധിക്കും. ഏത് ധർമ്മം? രാവും പകലും അടിസ്ഥാന ദേവതയായിരുന്നു കൊണ്ട് ധർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത് സൂര്യനിൽ സൂക്ഷ്മമായി പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആരിത് തിരിച്ചറിയുന്നുവോ സാധനയിലൂടെ, സൂര്യൻ എന്നത് വെറും ഉപകരണം മാത്രമാണ്, അഗ്നി എന്നത് വെറും ഉപകരണം മാത്രമാണ്. അവരിലൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലേ, നമ്മൾ ഫാൻ പ്രവർത്തിക്കുന്ന അത് ഉപകരണം മാത്രമാണ് അല്ലേ, മിക്സി പ്രവർത്തിക്കുന്ന ഉപകരണം. അതൊക്കെ എന്തുകൊണ്ട് ഇവയ്ക്കൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു? അവയിൽ വൈദ്യുതി എത്തുന്നത് കൊണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ ക്ലാസ് കേൾക്കും, വൈദ്യുതി ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ വൈദ്യുതിയാണ് ഇവിടെ പരമാത്മാവെന്ന് പറയുന്നത്. സൂക്ഷ്മമായി നമ്മൾ കാണുന്നുണ്ടോ? മൊബൈലിൻ്റെ ഉള്ളിൽ വൈദ്യുതി കാണുന്നുണ്ടോ? മിക്സിയുടെ ഉള്ളിൽ വൈദ്യുതി നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സൂക്ഷ്മമായി പരമാത്മാവുള്ളതാണ് എന്ന് ആര് തിരിച്ചറിയുന്നു? അതായത് ആദിത്യൻ എന്നതല്ല അൾട്ടിമേറ്റ്, അഗ്നി എന്നുള്ളതല്ല അൾട്ടിമേറ്റ്. കാരണം പറഞ്ഞിരുന്നു തൊട്ട് മുമ്പുള്ള ഋഗ്വേദ യാഗത്തിൻ്റെ മുഖ്യ ദേവത അഗ്നിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്ന യജുർവേദ യാഗമായ അഗ്നിഷ്ടോപത്തിൻ്റെ മുഖ്യദേവത സൂര്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെറും ദേവത മാത്രമാണ്. അതിനെയൊക്കെ ദേവതയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് പരമാത്മാവാണെന്ന് ആര് തിരിച്ചറിയുന്നുവോ അവർ മുക്തനാകുന്നു, അവർ മരണത്തെ അതിവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ മന്ത്രം അവസാനിച്ചു. അപ്പോൾ ഈ ഉത്തരങ്ങളെല്ലാം കേട്ട് അശ്വലനൊന്നും പറയാനില്ല. അശ്വലനിങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. അയ്യോ, ഞാൻ 2 ചാൻസ് കഴിഞ്ഞു എൻ്റെ, ഞാനിനി എന്ത് ചെയ്യും അല്ലേ? നമുക്ക് ഭയം തോന്നിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശർഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഹരിഃ ഓം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.